ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബലമില്ലാത്തവരായ നമ്മെ ബലമുള്ളവരാക്കി മാറ്റുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെ ഏറ്റുപറഞ്ഞ് ഈ ദിവസം ആരംഭിക്കാം. നമുക്കൊരുമിച്ച് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. തിരുരക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യു വിൽ റിസീവ് പവർ when the Holy Spirit has come upon you. Acts 1:8. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നതിന് മുമ്പ് അപ്പസ്തോലന്മാർ ബലഹീനരായിരുന്നു, അവർ ഭീരുക്കളായിരുന്നു, അവർ നിരാശയിലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ധൈര്യശാലികളായി മാറി. The Holy Spirit strengthens fragile people for holy living. ബലഹീനരെ, നിസ്സാരരായ മനുഷ്യരെ പരിശുദ്ധാത്മാവ് വിശുദ്ധ ജീവിതത്തിനായി ഒരുക്കുന്നു. നമ്മളിൽ ഏറെപ്പേർ, എന്തിന് ഏറെപ്പേർ, എല്ലാവരും തന്നെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരങ്ങൾ ചുമക്കുന്നവരാണ്. ഒന്നിറങ്ങി ഓടിയാൽ മതിയെന്ന് തോന്നുമാറ് ഉത്തരവാദിത്തങ്ങളുടെ ഭാരം വഹിച്ച് കൂനിപ്പോകുന്നവർ, നിരാശയുടെ മുറിവുകൾ പേറുന്നവർ, ഒറ്റപ്പെടലിൻ്റെ നീറ്റലുള്ളവർ, തളർന്ന് ക്ഷീണിച്ചു പോയതിൻ്റെ മുറിവുള്ളവർ. ഇതിലൂടെയൊക്കെ നീ കടന്നു പോകുമ്പോഴും നീ ഒരു കാര്യം ഓർക്കണം. ഇത് നീ ഒറ്റയ്ക്ക് ചുമക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. God does not ask you to carry life alone. ഇതൊറ്റയ്ക്ക് ചുമക്കേണ്ടതല്ല. പരിശുദ്ധാത്മാവ് നിന്നിൽ നിറയും, കൃപ കൊണ്ട് നീ പുതിയപ്പെടും. ഈ പ്രഭാതം നിന്നെ ഓർമ്മിപ്പിക്കുന്നത് അതുതന്നെയാണ്. ഗ്രേസ് ഈസ് ഗ്രേറ്റർ ദാൻ വീക്ക്നെസ്. നമ്മുടെ ഏത് ബലഹീനതകളേക്കാൾ വലുതാണ് കർത്താവിൻ്റെ കൃപ. നീ പൂർത്തിയാക്കേണ്ട ജീവിത നിയോഗത്തിന് ആനുപാതികമായ കൃപ കൊണ്ട് പരിശുദ്ധാത്മാവ് നിന്നെ നിറയ്ക്കും. ഒറ്റയ്ക്ക് ഈ നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ, ഉത്തരവാദിത്വങ്ങൾ പൂർത്തിയാക്കാൻ ഓടി നടക്കുമ്പോൾ തളരുകയല്ലേ നീ? കൃപ നിറയട്ടെ. പരിശുദ്ധാത്മാവിലേക്ക് നിന്നെ തന്നെ തുറന്നു വയ്ക്കാം. ഈ പ്രഭാതം ഒരു ചെറു പ്രാർത്ഥനയോടെ നീ ആരംഭിക്കുമ്പോൾ
ഇന്നത്തെ സകല വ്യാപാരങ്ങളിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയ്ക്കുകയാണെന്ന് തിരിച്ചറിയാം. ഒരു പുതുശക്തിയോടെ, നവീകരിക്കപ്പെട്ട ഒരു ബലത്തോടെ ഈ ദിവസം നമുക്ക് ആരംഭിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, റുഹാദ കുദിശായേ, എന്നിൽ നിറയണമേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. റുഹായേ, ഇന്ന് ഞാൻ ബലഹീനനാകുമ്പോഴൊക്കെ നിന്റെ കൃപ കൊണ്ട് എന്നെ നിറച്ച് ബലപ്പെടുത്തണേ. കഷ്ടദുരിതങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം എനിക്ക് നൽകണേ. പരീക്ഷണങ്ങളിൽ എനിക്ക് നീ ക്ഷമ നൽകണമേ. നന്മയിൽ, വിശുദ്ധിയിൽ തുടരാൻ എന്നെ ഒരുക്കണമേ. നീ എന്നോടൊപ്പമുണ്ടെന്ന്, റുഹായേ, നീ എൻ്റെ ചാരത്തുണ്ട് എന്ന ഉറപ്പിൽ ഈ ദിവസം ഞാൻ ആരംഭിക്കട്ടെ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.